ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു റെസിപ്പിയിലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കിലോ വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. അതൊരു ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് അരിഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു വെജിറ്റബിളെല്ലാം ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള അളവിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. പച്ചക്കറി വേകുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്ത് വെക്കാവേ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു 3 പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 4 ഉണക്കമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക. ഒരു പച്ചക്കറി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഉറപ്പായിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക ചെയ്യണേ. അപ്പോൾ ഈ ഒരു കൂട്ടുകറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.